ഒരു കസ്റ്റമറിന് ഓണത്തിന് വെയർ ചെയ്യാനുള്ള ബ്ലൗസിൽ പെയിൻറ്റ് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് അയച്ചു തന്നിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സിൽക്കിൻ്റെ ഒരു മെറ്റീരിയലാണ്. ബോട്ടിൽ ഗ്രീൻ കളറാണ്. അപ്പോൾ ഇതിൽ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ 3 കളർ ഷെയ്ഡിലുള്ള പെയിൻ്റാണ്. പിങ്ക്, വൈറ്റ്, പിന്നെ റെഡ്, ഇത് മൂന്നുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. റെയിൻബോ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ്. ബാക്ക് പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇത് ഞാൻ വൈറ്റ് കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ഡിസൈൻ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നമ്മുടെ വൈറ്റ് കാർബൺ ഷീറ്റ് ഇതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു രീതിയിൽ പതുക്കെ ഇങ്ങനെ പിടിച്ചിട്ട് വേണം പ്ലേസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് മൂവ് ചെയ്താൽ നമ്മുടെ ഡിസൈനൊക്കെ മാറിപ്പോകും. അപ്പോൾ മെഷർമെൻറ്റൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഡിസൈൻ വരച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ 2 വശത്തും ഈ ഒരു രീതിയിൽ വേണം കാർബൺ ഷീറ്റ് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇതൊട്ടും തന്നെ മൂവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് പിന്നൊക്കെ വെച്ചിട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഡിസൈൻ ട്രേസ് ചെയ്ത് കൊടുക്കാനായിട്ട്. തെറ്റിയൊന്നും പോകാൻ പാടില്ല. അതുപോലെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടുപോയി ഈ ഡിസൈനിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്നും വരയ്ക്കല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ കാർബൺ ഷീറ്റിൻ്റെ ഇങ്ക് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ പറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ അത് പോകാനായിട്ടൊക്കെ ചിലപ്പോൾ പാടായിരിക്കും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കണം. മറ്റേ കൈ മാറ്റി വെച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇനി ആ പിന്നങ്ങ് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഇനി ഞാനൊരു പാലറ്റിലേക്ക് വൈറ്റ് കളറിലുള്ള പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മീഡിയം 1 ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് മീഡിയം 1 ആണ്. 1-2 ഡ്രോപ്പ് മാത്രമാണ് ഇത്രയും പെയിൻറ്റിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മീഡിയം 1 എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ പെയിൻറ്റ് ഒന്ന് ലൂസായി കിട്ടാനും, പിന്നെ നമ്മൾ ഫാബ്രിക്കിൽ പെയിൻറ്റ് ചെയ്യുമ്പം സ്പ്രെഡായി പോകാതെ കറക്റ്റായിട്ട് തന്നെ അതൊന്ന് പിടിക്കാനും കൂടിയാണ്. ഇതിൽ നമ്മൾ ഡാർക്ക് കളറുള്ള ക്ലോത്തിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബേസ് കോട്ടായിട്ട് വൈറ്റ് ഷെയ്ഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മൾ അടിക്കുന്ന കളർ കറക്റ്റായിട്ട് ക്ലോത്തിലോട്ട് വരിക കേട്ടോ. അപ്പം ഞാൻ ഓരോരോ പെറ്റലായിട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൗണ്ട് ബ്രഷാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മീഡിയം മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഫെവിക്രിലിൻ്റെ പെയിൻറ്റിൽ ഓൾറെഡി ആ മീഡിയത്തിൻ്റെ സംഭവമൊക്കെ ഉള്ളത് കൊണ്ട് അത് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ജസ്റ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഹാൻഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ മീഡിയം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കട്ടിയായി പോകുന്നുണ്ട്. ഇപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് മീഡിയം ഞാൻ ചേർത്തത് കൊണ്ടായിരിക്കണം. അപ്പോൾ ഒന്നും കൂടെ അത് സ്റ്റിഫായി പോവുകയാണ് ആ പെയിൻറ്റ് ചെയ്ത പോർഷൻ. അപ്പോൾ അത് കൊണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മീഡിയം ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ പാലറ്റിലേക്ക് പിങ്ക് എടുത്തിട്ടുണ്ട്, വൈറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തൊരു കളർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒന്നും കൂടെ ഒരു ലൈറ്റർ ഷെയ്ഡ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പിങ്ക് കളേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം നമ്മൾ ആ നേരത്തെ ചെയ്ത ആ ഒരു പെറ്റലുണ്ടല്ലോ, ആ പെറ്റലിൽ വീണ്ടും വൈറ്റ് കളർ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഇനി ആ പെറ്റലിൻ്റെ മുകളിലത്തെ പോർഷനിൽ കുറച്ചൊരു പിങ്ക് നമ്മളൊന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് മെർജ് ചെയ്തെടുക്കുവാണ് കേട്ടോ. നന്നായിട്ട് മെർജ് ചെയ്തെടുക്കണം. നമ്മുടെ ലോട്ടസിൻ്റെ കളർ എന്ന് പറയുന്നത് പിങ്ക് ഷെയ്ഡാണല്ലോ. അപ്പോൾ ആ ഒരു പിങ്ക് ആകാൻ വേണ്ടി ഇതുപോലെ കുറച്ച് പെയിൻറ്റ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മെർജ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഓരോ പെറ്റലായിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്.
ഈ ഷെയ്ഡിങ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും. ചിലർക്ക് ഡാർക്ക് കളേഴ്സ് ആകുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ലൈറ്റ് കളേഴ്സ് ആകുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പെയിൻറ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ പിങ്കൊക്കെ ഇതുപോലെ വെക്കുവാണെങ്കിൽ കുറച്ച് മാത്രം പിങ്ക് വെച്ചിട്ട് മെർജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ കസ്റ്റമർ പറഞ്ഞത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള കളറാണ് കേട്ടോ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഓരോരോ പെറ്റലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫുൾ ലോട്ടസും പെയിൻറ്റ് ചെയ്ത ശേഷം ഞാൻ കുറച്ച് വൈറ്റ് പെയിൻറ്റ് ഇതുപോലെ ഓരോ പെറ്റലിൻ്റെ താഴത്തെ പോർഷനിൽ ഇതുപോലെ കൊടുത്തിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ലോട്ടസിന് താഴത്തെ പോർഷൻ, പെറ്റലിൻ്റെ താഴത്തെ പോർഷൻ എന്ന് വെച്ചാൽ ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ വരുന്നതല്ലേ, അപ്പോൾ അതുപോലെ വരാനായിട്ട് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് നമുക്കതൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്റ്റെമ്മ് ചെയ്യാനായിട്ട് യെല്ലോ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ സാപ്പ് ഗ്രീൻ ആണിത്. അതുപോലെ തന്നെ ഈ സാപ്പ് ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തൊരു ഗ്രീൻ കളറും കൂടെ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്റ്റെമ്മിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഷെയ്ഡ് ചെയ്ത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ പറയുന്ന പോലെ തന്നെ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്തെടുക്കുക. പെയിൻറ്റ് ചെയ്ത ശേഷം അതിനൊരു ഔട്ട്ലൈൻ കൊടുക്കുമ്പോഴാണ് ആ ഒരു പിക്ചർ ഹൈലൈറ്റ് ചെയ്യുകയും പെർഫെക്റ്റ് ആകുകയൊക്കെ ചെയ്യുന്നത്, ഓരോ പെറ്റലും ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ എൻ്റെ കസ്റ്റമറിന് അത് ഔട്ട്ലൈൻ കൊടുക്കേണ്ട, പകരം അവിടെ ബീഡ് വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഈ ലോട്ടസിൻ്റെ പെറ്റലുണ്ടല്ലോ, പെറ്റലിൻ്റെ ഈ ഒരു ഭാഗത്തൂടെ ബീഡ് വർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ആദ്യം ഒരു ലോക്ക് സ്റ്റിച്ച് ഇടുവാണ്. ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് ബീഡ്സ് നമ്മൾ ലോഡ് ചെയ്തിട്ട് ഓരോരോ ബീഡായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഇതൊക്കെ പെർഫെക്റ്റായിട്ട് വരാനായിട്ട് ഓരോരോ ബീഡായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ലത്. പിന്നെ ഇതിൽ പെയിൻറ്റിങ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ നീഡിൽ എടുക്കാനൊക്കെ. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോരോ ബീഡായിട്ട് സമയമെടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്യുക, എന്നാൽ മാത്രമാണ് പെർഫെക്ഷനൊക്കെ വരിക. പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലോത്ത് ഒന്നും കൂടെ കട്ടിയായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ലുക്കായിരിക്കും ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ വരിക. ലോട്ടസിൻ്റെ പെറ്റലും നമ്മൾ ഇതേപോലെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റെമ്മും ഈ ഒരു രീതി തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. സ്റ്റെമ്മിൻ്റെ രണ്ട് വശത്തൂടെയും കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ക്രിസ്റ്റൽ ബീഡ് നമ്മൾ ലോട്ടസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സ്കാറ്റർ ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ബ്ലൗസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ബാക്ക് പാർട്ട് വരുന്നത് ദേ ഇതുപോലെയാണ് കേട്ടോ. പിന്നെ ഈ സ്ലീവ് വരുന്നത് ദേ ഈ ഒരു രീതിയിൽ കട്ട് ബീഡ് സീക്വൻസ് സ്റ്റോൺസും ഒക്കെ വെച്ചിട്ട് ഈ ഒരു രീതി ചെയ്തിട്ട് സ്കാറ്റർ ചെയ്ത് സീക്വൻസും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ 2 സ്ലീവ്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ലുക്ക് വരുന്നത് ഇതുപോലെയാണ്. ബാക്ക് പാർട്ടാണ് ഇത്. ഇനി സ്ലീവ് ആണെങ്കിൽ ദേ ഈ ഒരു രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.